ഇത് ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ക്രിസ്മസ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പകലൊന്നും അതിന് സമയം കിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു രാത്രി ഡിന്നർ എന്തെങ്കിലും സെറ്റ് ആക്കാന്ന്. അങ്ങനെ എഗ് സ്റ്റൂവും വെള്ളയപ്പവും. വെള്ളപ്പം എന്ന് പറയുന്നത് കള്ളപ്പം, കള്ളൊന്നും ചേർത്തിട്ടില്ല, ഞങ്ങളിതിനെ വെള്ളയപ്പാണെന്ന് പറയാം. അങ്ങനെ അതും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം എഗ് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിക്കുക. ഇതിനകത്തേക്ക് പൊടികളായ മഞ്ഞപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് ഉപ്പും ചേർക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാല്, ശരിക്കും സ്റ്റൂവിന് 1-ാം പാല് 2-ാം പാല് എന്നൊക്കെ എടുക്കണം. എനിക്ക് മടിയായിട്ട് ഞാൻ അങ്ങനെയൊന്നും ആക്കിയില്ല. അങ്ങനെ തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ടയും കൂടി ചേർക്കുക. ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. ശരിക്കും കുരുമുളക് പൊടിയുടെയും പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഇതിനുള്ളൂ. അങ്ങനെ അതും കൂടി ചേർത്ത് നല്ലോണം തിളപ്പിക്കുക. കറിവേപ്പിലി കൂടി ചേർക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് ചേർക്കും കൂടി വേണം. എന്റെ കയ്യിൽ അന്നേരം അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല. കറിയൊക്കെ ആയതിനു ശേഷം എനിക്ക് അണ്ടിപ്പരിപ്പ് കിട്ടിയത്. അപ്പൊ ഞാനത് നല്ല നെയ്യില് വറുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ നമ്മളെ വെള്ളയപ്പം സെറ്റാക്കി. ഒരു കുഞ്ഞു ക്രിസ്മസ് ഡിന്നർ എന്ന് വേണമെങ്കിൽ പറയാം. പ്ലം കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി തട്ടി. അപ്പോൾ സബ്സ്ക്രൈബ് മൈ ചാനൽ.